ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ഒരുമിച്ചാണ്. അത് കുറച്ച് ലോങ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതാ ചുരിദാർ 4ആയിട്ട് മടക്കിയാണ് നമ്മൾ തുണി ചുരിദാറിന് കട്ട് ചെയ്യാൻ ഇടുന്നത്. അത് കുറുകെ മടക്കിയാലും നെടുകെ മടക്കിയാലും മതി. അത് തുണി എങ്ങനത്തെ തുണിയാണോ, ഇതിപ്പം നമ്മൾ ഈ നെടുകെ വരെയുള്ളതായതുകൊണ്ട് നെടുകെ തന്നെയാണ് മടക്കുന്നത്. ചില തുണികൾ നമുക്ക് ഈ കഴുത്തിൽ തയ്യലൊക്കെ വരുന്ന തുണികൾ ഒക്കെ നമുക്ക് ചിലപ്പോൾ കുറുകെ മടക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില ഡിസൈൻസ് നമ്മൾ കുറുകെ മടക്കേണ്ടി വരും. പക്ഷേ ഇത് വരയായതുകൊണ്ട് നമുക്ക് നെടുകെ മടക്കാം. നെടുകെ മടക്കി ഇതിൻ്റെ അളവ് ചെസ്റ്റ് 39, ലെങ്ത്ത് 42, സ്ലീവ് 13, അങ്ങനെയൊക്കെയാണ് അളവ്. അപ്പോൾ നമുക്ക് ലെങ്ത്താണ് ആദ്യം നോക്കേണ്ടത്. പിന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ പീസ് അതും 4ആയിട്ട് മടക്കി നമുക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. എല്ലാവരും ചുരിദാർ തയ്ക്കും, വലിയ പാടൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ ഞാൻ എൻ്റേതായ ഒരു മെത്തേഡിലാണ് തയ്ക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഇതൊന്നും മിസ് ചെയ്യേണ്ട, ഒന്ന് കാണുന്നത് നന്നായിരിക്കും. പലരും എൻ്റെ അടുത്ത് ചുരിദാറിൻ്റെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആദ്യം നമുക്ക് ലെങ്ത് അളക്കാം. ലെങ്ത് 42 വേണ്ടിയത്. 1 ഇഞ്ചും കൂടെ കൂട്ടി ഞാൻ 43 എടുക്കുന്നത്. ഏത് ചുരിദാറായാലും ഞാൻ 1 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് താഴേക്ക് ഇടുകയുള്ളൂ. 1 ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇടുന്നത്. ഇനി നമുക്ക് ഷോൾഡറാണ് അളക്കാനുള്ളത്. അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിലെടുത്തൊരു വര വരയ്ക്കാം. ഷോൾഡർ ഞാൻ 7 ഇടുന്നത്. പക്ഷെ നമുക്ക് 7 വേണ്ട കേട്ടോ, 6 ഇഞ്ച് മതി നമുക്ക്. പക്ഷെ നമ്മൾ 7 എടുത്ത് വെട്ടും. 6 അല്ലെങ്കിൽ 6.5 മതി മാക്സിമം. അത് കൂടുതൽ നിങ്ങൾ ഷോൾഡർ ചുരിദാറിന് എടുക്കരുത്, ഇറങ്ങിപ്പോവും. അതുകൊണ്ട് ആം ഹോൾ നമ്മൾ ലെങ്ത് എടുക്കുന്നത് 7 7 ഇഞ്ച് ആം ഹോൾ ലെങ്ത്. അതും യൂണിക്കാണ്, അതിൽ ഒരു മാറ്റം ഇല്ല. 7 ഇഞ്ച് തന്നെ ആം ഹോൾ ലെങ്ത്. പിന്നെ വണ്ണം ഇപ്പോൾ 39, നമുക്ക് 40 കൂട്ടാം. അപ്പോൾ 10 പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാണ് ഞാൻ വെട്ടുന്നത്. അതുപോലെ ആം ഹോളിൻ്റെ അവിടെ താഴേക്ക് ഷേപ്പ് 7 ഇഞ്ച്, അവിടെ നിന്ന് താഴേക്ക് സ്ലിറ്റ് 6 ഇഞ്ച്. ഇതാണ് എല്ലാ ചുരിദാറിൻ്റെയും ഒരു യൂണിക്കായിട്ടുള്ള അളവെടുക്കുന്നത്. ഇനി സ്ലിറ്റ് കുറച്ചും കൂടെ താഴേക്ക് വേണമെന്നുള്ളവർക്ക് 7 എടുക്കാം, മാക്സിമം 7, അതിൻ്റെ അപ്പുറം പോകരുത്. 7 കൂടുതൽ പോയാൽ ചുരിദാർ കൊള്ളൂല. 7, 6 കറക്റ്റ്. ഇനി കുറെ കൂടെ താഴോട്ട് സ്ലിറ്റ് നിൽക്കണമെന്നുള്ളവർക്ക് മാത്രം 7. ഇനി ഷേപ്പിൻ്റെ അവിടെ നമുക്ക് 1 ഇഞ്ച്, നമ്മൾ നേരത്തെ നെഞ്ചുവണ്ണം എടുത്തതിൽ 1 ഇഞ്ച് കുറച്ചെടുക്കണം. അതുപോലെ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ നെഞ്ചുവണ്ണം എടുത്തതിൽ 1/2 ഇഞ്ച് കൂടുതൽ എടുക്കണം. സ്ലിറ്റ് എടുക്കുമ്പോൾ 1/2 ഇഞ്ച് കൂടുതൽ, അതായത് 11.5 ഇഞ്ച് നമ്മൾ അവിടെ എടുത്തത് 12 എടുക്കണം. 1.5 ഇഞ്ചാണ് നമ്മൾ ആംഹോൾ കുഴി എടുക്കണം. കൈക്കുഴി 1.5 ഇഞ്ച് കുഴിച്ചാണ് വെട്ടുന്നത്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ചുരിദാറിൻ്റെ കട്ടിങ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ആ സ്ലിറ്റിൻ്റെ അവിടെ ഒരു ചെറിയ കട്ടിടണം, നമുക്ക് സ്ലിറ്റ് മനസ്സിലാവാനാണ്. ഇനി നമുക്ക് കൈ വെട്ടിയെടുക്കാം. 13 ഇഞ്ച് മതി. നമുക്കൊരു 15 ഇഞ്ച് ഇട്ട് 2 ഇഞ്ച് കൂട്ടി, കാരണം മടക്കിയൊക്കെ അടിക്കാനുള്ളതും ആയതുകൊണ്ട് 3 ഇഞ്ച് മതി കൈക്കുഴി കേട്ടോ. കൈക്കുഴി 3 ഇഞ്ച് മതി.
കൈയുടെ വണ്ണം നമ്മൾ 10 ഇഞ്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ക്യാൻവാസിൽ കഴുത്ത് വെട്ടിയെടുക്കാം. അപ്പോൾ കഴുത്ത് വെട്ടുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, ഷേപ്പിനനുസരിച്ചാണ്, പല മോഡലിനനുസരിച്ചാണ് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊരു റൗണ്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. നമ്മൾ 6 ഇഞ്ച് ഇറക്കത്തിൽ എടുത്ത് 3.25 ഇഞ്ചാണ് നമ്മളിവിടെ ഈ കഴുത്തിൻ്റെ വിട്ടെടുക്കുന്നത്. 3.25 ഇഞ്ച്, അത് താഴ്വശത്ത് 3.25 ഇഞ്ച് തന്നെ എടുത്ത് നമ്മൾ വരച്ചിട്ട് ഷേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓരോരുത്തരെ വൈഡ് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കഴുത്തിൻ്റെ വൈഡും ലെങ്ത്തും ഒക്കെ എടുക്കാനുള്ളത്. ഇത് കുറച്ച് വൈഡ് വേണമെന്നുള്ളത് കൊണ്ടാണ് 3.25 എടുത്തത്. 3.25 4 ഒക്കെ എടുക്കാം, പക്ഷെ അത് ചോദിക്കണം. ചിലർക്ക് അത്രയും വൈഡ് ഇഷ്ടമല്ല, അവർക്ക് 3 മതി. നോർമൽ 3 നമ്മൾ എടുക്കുന്നത് ചുരിദാറിൻ്റെ കഴുത്ത് വൈഡ്. പിന്നെ കുറച്ച് വൈഡായിട്ട് വേണമെന്നുള്ളവർക്ക് 3.5 3.25 ഒക്കെ എടുക്കും. 3 3.5 ഒക്കെ മതി. 3.25 4 എന്നൊക്കെ പറഞ്ഞാൽ നല്ല വൈഡ് വേണമെന്നുള്ളവർക്കാണ് കേട്ടോ. പിന്നെ അത് അത്രയും എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കണം. കാരണം കഴുത്ത് ഇറങ്ങി പോവരുത്. ചുരിദാർ ഇടുമ്പോഴത്തേക്ക് ഷോൾഡർ ഇറങ്ങി പോകരുത്. അതുകൊണ്ടാണ് ഷോൾഡർ നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ളത്. അത് നമ്മൾ വെട്ടിയെടുത്ത്, ക്യാൻവാസ് വെട്ടിയെടുത്ത്, ഇനി നമുക്കത് ഇതിൽ ഒട്ടിച്ച് വയ്ക്കാം. ഒരു ചുരിദാറിൻ്റെ തുണിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒട്ടിക്കുന്ന ഭാഗമൊക്കെ നോക്കി ഒട്ടിച്ച് അയൺ ചെയ്ത് എടുത്ത് തയ്ച്ചാൽ നല്ല എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും. ഇതുപോലെ അയൺ ചെയ്തെടുത്താൽ തയ്ച്ചെടുക്കുന്നേക്കാളും നമുക്ക് നന്നായിട്ട് കഴുത്ത് കറക്റ്റായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് അയൺ ചെയ്തെടുക്കാൻ പറയുന്നത്. ഇനി നമുക്കിത് തയ്ക്കാം. അയൺ ചെയ്തെടുത്തത് നമ്മൾ സൈഡ് തയ്ക്കുകയാണ്. സൈഡ് തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ടോപ്പ് എടുത്ത് വെച്ചിട്ട് ലൈനിങ്ങും ടോപ്പും കൂടെ എടുത്ത് വെച്ച് ആദ്യം നമുക്ക് അതിൻ്റെ ഷോൾഡർ ഒന്ന് തയ്ച്ച് ചേർക്കാം. ജസ്റ്റ് ഒന്ന് തയ്ക്കുകയാണ്. കാരണം ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴുത്തൊക്കെ വെച്ച് തയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കഴുത്ത് മാറിപ്പോകാതിരിക്കാനായി ഷോൾഡർ ജസ്റ്റ് ആദ്യം ഒന്ന് തയ്ക്കണം. എന്നിട്ട് അത് രണ്ടായിട്ട് മടക്കി സെൻറ്റർ എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ തയ്ച്ച് വെച്ചേക്കുന്ന ക്യാൻവാസും അതുപോലെ സെൻറ്റർ കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് ഒന്നുകിൽ അത് സെൻറ്ററിൽ നിന്ന് താഴോട്ടൊരു തയ്യൽ തയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു മുട്ട് പിന്നെടുത്ത് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ കുത്തി വയ്ക്കുക. എന്നിട്ട് നമ്മൾ കഴുത്ത് തയ്ക്കുക. കഴുത്തൊക്കെ നന്നായിട്ട് കറക്റ്റ് ചെയ്ത് പിടിച്ച് വെച്ചിട്ട് വേണം തയ്ക്കാനുള്ളത്. മുട്ടപ്പിന്നൊക്കെ കുത്തി വയ്ക്കണോണ്ട് മാറിപ്പോകില്ല, അല്ലെങ്കിൽ സെൻറ്ററിൽ കൂടെ താഴ്ന്നിട്ട് തയ്യൽ വയ്ക്കണം. എന്നിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കഴുത്ത് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകളിടാം. കാരണം ഇത് മടക്കി തയ്ക്കാനാണ്. ഇനി ആദ്യം ഇങ്ങനെ മടക്കിയിട്ട് കഴുത്തിൻ്റെ അരിവ് വെച്ചിങ്ങനെ ഒരു തയ്യൽ തയ്ക്കാം.
അരി പിടിച്ച് ഒരു തയ്യൽ തയ്ച്ചു. ഇനി നമ്മൾ ആ തയ്ച്ചു വെച്ച അത് നമുക്ക് ഇളക്കാം. അത്രയും ഭാഗം നമുക്ക് ആ തയ്യലങ്ങ് ഇളക്കാം 2 സൈഡിൽ. അതെന്തിനാണെന്ന് ഇപ്പം മനസ്സിലാവും നമുക്ക് അത് ഇളക്കുന്നത്. ഇനി ഈ നമ്മൾ ലൈനിങ് ഇട്ട തുണി പിടിച്ച് മാറ്റണം. എന്നിട്ട് ആ ലൈനിങ്ങിൽ വേണം നമ്മൾ ഈ കഴുത്ത് ചേർത്ത് വെച്ച് തയ്ക്കാനുള്ളത്. ഇപ്പോൾ മുകളിലത്തെ നമ്മളെ മെയിൻ ബോട്ടത്തിൽ തയ്യൽ വരില്ല. ലൈനിങ്ങിൽ ഇതുപോലെ വെച്ച് തയ്ക്കണം. അടിയിൽ ലൈനിങ്ങിൽ മാത്രമേ തയ്യൽ വരുള്ളൂ. മുകളിലത്തെ മെയിൻ പാർട്ടിൽ തയ്യൽ വരില്ല. ഇനി നമുക്ക് കഴുത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ വീതിക്ക് ഒരു തയ്യലും കൂടെ തയ്ക്കാം. ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ മോഡലുകൾ ആവശ്യമുള്ളവർക്ക് മുത്തുകൾ വയ്ക്കാനുള്ളതോ പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുക. അത് മോഡൽ വേണമെന്ന് കസ്റ്റമർ അടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാനുള്ളത്. കഴുത്തിൽ ഒരുപാട് മോഡൽസുകൾ ഉണ്ട്. അതൊക്കെ ചെയ്യാം വേണമെന്നുള്ളവർക്ക്. നമ്മളിതാ ഈ കൈക്കുഴി ഷോൾഡറിൻ്റെ ഒന്ന് കൈക്കുഴിയിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് തയ്ച്ച് വയ്ക്കുക. കാരണം കൈക്കുഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ ഇങ്ങനെ തയ്ച്ച് വയ്ക്കുന്നത് നമുക്ക് തയ്ക്കാനുള്ള സൗകര്യത്തിന് ജസ്റ്റ് ഒന്ന് തയ്ച്ച് വയ്ക്കുക. അതിൽ അധികമൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാനാണ് നമുക്ക് അതിങ്ങനെ പിടിച്ചു വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തയ്ക്കുക. എന്നിട്ട് മെയിൻ പീസൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ തയ്യൽ കഴിഞ്ഞു. ഇനി ബാക്ക് നമുക്ക് കഴുത്ത് വെട്ടണം. കഴുത്ത് നേരത്തെ വെട്ടിയിൽ ഇനി കഴുത്ത് വെട്ടണം. അതും ക്യാൻവാസും മെയിൻ പീസും കൂടെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ വെച്ചിട്ട് നേരത്തെ വെട്ടുമ്പം വേണമെങ്കിൽ അപ്പോഴും വെട്ടാം. പക്ഷെ അപ്പോഴും വെട്ടിയിൽ ഇതുപോലെ ഒരു പിന്നെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ കുത്തി വയ്ക്കുക. എന്നിട്ട് നമുക്ക് അളക്കാം. അത്ര നേരത്തെ 3.25 നമ്മൾ അളന്നത്. അതുപോലെ 3.25 അളന്നെടുത്തിട്ട് എത്ര ലെങ്ത് വേണമെന്ന് കസ്റ്റമറോട് ചോദിക്കണം. ആ ലെങ്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യണം. എന്നിട്ട് കഴുത്ത് തയ്ക്കാം. പല മോഡലിലും കഴുത്ത് തയ്ക്കാം. ബാക്ക് കഴുത്ത് പല രീതിയിൽ തയ്ക്കാം. വീതിക്ക് തയ്ക്കാം, വീതി കുറച്ച് തയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഒരു തുണി ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കുക. കഴുത്തിൻ്റെ അവിടെ വയ്ക്കുക. എന്നിട്ട് ആ കഴുത്തിൻ്റെ അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നീങ്ങിപ്പോകാതിരിക്കാൻ ഒരു പിന്ന് കുത്തി വയ്ക്കാം കേട്ടോ. അതുപോലെ എന്നിട്ട് ബാക്ക് കഴുത്ത് ഇതുപോലെ എടുത്ത് വയ്ക്കുക. കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഒരു പിന്നൊക്കെ എടുത്ത് കുത്തി കറക്റ്റ് ചെയ്തിട്ട് കഴുത്ത് വയ്ക്കുക. കറക്റ്റ് ചെയ്ത് പിന്നെ കുത്തണം കേട്ടോ. അതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു പെൻസിൽ പാൻ്റ് ആയിരുന്നു. ഞാനത് കട്ട് ചെയ്ത് സ്റ്റിച്ചും ചെയ്തു. പക്ഷേ കുറച്ച് സ്റ്റിച്ച് ക്യാമറയിൽ പിടിച്ചില്ല ഈ വീഡിയോ. അതുകൊണ്ട് അത് ഇടണോ വേണ്ടേന്ന് ആലോചിക്കുകയാണ് ഞാൻ.
കുറച്ച് ഭാഗം സ്റ്റിച്ചിങ് കിട്ടിയില്ല. അതൊരു പെൻസിൽ പാൻ്റാണ്, നല്ലൊരു ഇതിൽ തയ്ച്ചതായിരുന്നു ഞാൻ. ഇതാ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ അരിവിനൂടെ ഒരു തയ്യൽ നമുക്ക് ആദ്യം തയ്ക്കാം. ചുളുങ്ങാതെ പിടിച്ച് വെച്ച് തയ്ക്കണം കേട്ടോ. കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ച് അടിയിലത്തെ തുണിയും മുകളിലത്തെ തുണിയും ലൈനിങ്ങും എല്ലാം നമ്മൾ നോക്കി വേണം പിടിച്ച് വെച്ചിട്ട് വേണം തയ്ക്കാൻ കേട്ടോ. ഒന്ന് ചുളിഞ്ഞ് മേലോട്ടൊന്നും കിടക്കരുത്. അപ്പോൾ അടിയിലത്തെ പീസും കൂടെ നമ്മൾ കൈ കൊണ്ടൊന്ന് പിടിച്ച് വയ്ക്കണം. കഴുത്തൊക്കെ പിന്നെ ഒരിക്കലേ നമുക്ക് തയ്ക്കാൻ പറ്റും. തയ്യൽ അഴിച്ചൊക്കെ പിന്നെ തയ്ക്കുന്നത് കഴുത്ത് ഒരു മോശമാവും. അതുകൊണ്ട് കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ നല്ലവണ്ണം പിടിച്ച് കറക്റ്റ് ചെയ്തിട്ട് വേണം തയ്ക്കാൻ. ഇത്രയും ഭാഗം ഇത്രയും വീതിയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഇനി നേരത്തെ നമ്മൾ തയ്ച്ച കണക്ക് മടക്കി നമുക്ക് ലൈനിങ്ങിലോട്ട് തന്നെ തയ്ക്കാം. മെയിൻ പീസിലോട്ട് തയ്യൽ വേണ്ട. ആദ്യം അതൊന്ന് മടക്കി തയ്ക്കുക. ഇപ്പം ഞാൻ ഇട്ട ഈ പീസ് ഇനി ബാക്കിൽ കട്ടി വേണമെങ്കിൽ കട്ടിയുള്ള തുണി എടുത്തിടുക, അല്ലെങ്കിൽ ക്യാൻവാസ് തന്നെ ഇങ്ങനെ വെട്ടിയിടുക. കട്ടിയുള്ള തുണി ആയാലും മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാൻ കേട്ടോ. ഇത് ഞാൻ വേറെ പീസ് ഇട്ട് നിങ്ങൾക്ക് ലൈനിങ് പീസിൽ വെച്ച് തയ്ക്കുന്നതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഞാൻ ലൈനിങ് പീസ് മാത്രം ഇപ്പം നമുക്ക് ലൈനിങ്ങിലേക്ക് അത് പിടിച്ച് വെച്ച് തയ്ക്കാം. ഇങ്ങനെ നേരത്തെ നമ്മൾ ഫ്രണ്ട് പിടിച്ച് വെച്ച് തയ്ച്ച കണക്ക് തന്നെ തയ്ക്കാം. ഇതിങ്ങനെ വേറൊരു പീസ് മനസ്സിലാവാൻ വേണ്ടിയാണ് വേറെ പീസ് തന്നെ ഇട്ടത്. ലൈനിങ് പീസ് ആകുമ്പോൾ നമ്മൾ കഴുകി കളയുമ്പോൾ അതിൻ്റെ പശ പോകുമ്പോൾ അത് തീരെ ചവുണ്ടാണ്, കായ്പ്. വേറെ ഏതെങ്കിലും ഒരു കട്ടിയുള്ള പീസ് ഇട്ടാലും മതി അടിയിൽ. ഇതിൻ്റെയും കഴുത്ത് നമുക്ക് അതിൻ്റെ അടുത്തൂടെ ഒരടിയും കൂടെ അടിക്കാം. ഇനി നമുക്ക് നേരത്തെ ഫ്രണ്ട് തയ്ച്ച പോലെ ആം ഹോളിൻ്റെ അവിടെ ലൈനിങ് പിടിച്ച് വെച്ച് ഒരു തയ്യൽ തയ്ച്ച് വയ്ക്കുക. അത് നമ്മൾ ചേർത്തടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനും, പിന്നെ ഇതുപോലെയൊക്കെ അധികമൊക്കെ വന്നാൽ നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് തയ്ക്കാനും ഒക്കെയാണ്. ഇനി നമുക്കിത് ജോയിൻ്റ് ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യാണ്. അത് ബാക്ക് പീസിനകത്ത് മടക്കി വെച്ച് ജോയിൻ ചെയ്യണതും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ അല്ലാതെ ചെയ്യാണ്. ഇപ്പോൾ ഷോൾഡർ കണ്ടോ, ഷോൾഡർ കുറഞ്ഞ കണ്ടോ നമ്മളെടുത്തത്. ഇനിയിപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ ഷോൾഡർ അല്പം കൂടുതലാണ്, അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായോ 7 ഇഞ്ച് ഞാൻ എടുത്തത് എന്തിനാണെന്ന്. ഇപ്പോൾ അത് 6 ഇഞ്ച് ആയിട്ടുണ്ട്.
നമുക്ക് 6 ഇഞ്ച് മതി. കറക്റ്റിന് 6 ഇഞ്ച് ഷോൾഡറിൽ നിൽക്കണം. എത്ര വീതി മതി. രണ്ട് സൈഡിൽ നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് ഒഴിവാക്കി. അതിനാണ് നമ്മൾ ആദ്യമേ 7 ഇഞ്ച് ഷോൾഡറിൽ എടുത്ത് ബാക്കും ഫ്രണ്ടും നമ്മൾ കട്ട് ചെയ്തത്. നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒന്നുകൂടെ തയ്ക്കുകയാണ്. ഇനി കൈ വെച്ച് തയ്ക്കണം. കൈ ബോട്ടമൊക്കെ മടക്കി അടിച്ച് കൈ കുഴിഞ്ഞില്ലെങ്കിൽ ഒരല്പം നമുക്ക് കുഴിച്ച് വെട്ടാവുന്നതാണ് കേട്ടോ. അല്പം കുഴിച്ച് വെട്ടി തയ്ക്കാം. കൈ തച്ച് തീർന്ന് രണ്ട് സൈഡിലെയും കൈ തച്ച് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യാം. കൈയും സൈഡും എല്ലാം പിടിച്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം ആദ്യം. പിന്നീട് നമ്മൾ വണ്ണമൊക്കെ അളന്നിട്ട് പിന്നെ അടിക്കാം. ആദ്യം ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം. ഇതാ നമ്മൾ ആ കട്ടിട്ട് അതുവരെ രണ്ട് സൈഡും ജോയിൻ ചെയ്യാണ്. ഷോൾഡറൊക്കെ ഇതാ ഇതുപോലെ ആംകോളൊക്കെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കണം. എന്നാലേ ചുരിദാർ ഇട്ടാൽ കാണാനൊരു ഭംഗിയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഷോൾഡർ ആംകോളിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ പൊങ്ങി നിന്നാൽ ഒരു വൃത്തികേടാണ്. നമ്മൾ സ്ലിറ്റൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് അധികമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യണം രണ്ട് സൈഡും. കാരണം നമുക്ക് സ്ലിറ്റ് അടിക്കാനാണ്. അധികമൊക്കെ കിടന്നാൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇനി ആ ലൈനിങ്ങിൻ്റെ ബോട്ടം മടക്കി അടിക്കാം നമുക്ക്. ഇനി നമുക്ക് വണ്ണം അളന്ന് തയ്ക്കാം. കൈവണ്ണമൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് നോക്കിയൊക്കെ എത്രയാണ് കൈവണ്ണം വേണ്ടിയത് അതനുസരിച്ച് നമ്മൾ അളന്ന് നമ്മൾ വണ്ണം അളന്ന് നോക്കണേ. വണ്ണം എത്രയാണ് വേണ്ടിയതെന്ന് നമുക്കറിയാമല്ലോ. 39 ഇഞ്ചാണ് നമുക്ക് വണ്ണം വേണ്ടിയത്. ഇപ്പം അത് 21 അടുത്ത് കിടക്കണം. അപ്പോൾ 1 ഇഞ്ച് വീതം നമുക്ക് ഇനിയും കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ആദ്യം അടിച്ചതിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ച് ഇങ്ങനെ താഴെ വരെ ആ 1 ഇഞ്ച് നമ്മൾ കുറയ്ക്കണം. ആ ഷോൾഡർ ഉൾപ്പെടെ ആംഹോൾ ഉൾപ്പെടെയാണ് കുറയ്ക്കാനുള്ളത് കേട്ടോ. കുറച്ച് ഇതാ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച സ്ലിറ്റിൻ്റെ അതുവരെ കൊണ്ട് മുട്ടിക്കണം വളച്ച്. ചിലർക്ക് ബാക്കിൽ ഡോട്ട് ഇടണമെന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് ബാക്കിൽ ഡോട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും അതുപോലെ നമ്മൾ വണ്ണം അടിക്കുകയാണ്. ബാക്കിൽ ഡോട്ട് വേണമെന്ന് പറയുന്നവർക്ക് ഇട്ട് കൊടുക്കുക. ചിലർക്ക് ബാക്കിൽ ഡോട്ട് വേണമെന്ന് പറയും. ചുരിദാറിന് അധികം ഞാനങ്ങനെ ബാക്കിൽ ഡോട്ട് ഇടാറില്ല കേട്ടോ. അല്ലാതെ ഞാനിങ്ങനെ ഈ വയറിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു ഷേപ്പ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അളന്ന് നോക്കാം എത്ര ഉണ്ട്.
39 ഉണ്ട്. ഇനി നമുക്ക് ഈ സ്ലിറ്റ് അടിക്കാം. സ്ലിറ്റ് ഇതാ നമ്മൾ ലൈനിങ്ങിൻ്റെ അവിടെയാണ് മടക്കാനുള്ള ആദ്യം. അവിടെ നിന്ന് മടക്കിയിട്ട് വേണം നമ്മൾ ബോട്ടത്തു നിന്ന് അടിച്ച് അങ്ങോട്ട് കയറാൻ. ഇത് ഞാൻ നിങ്ങളെ കുറച്ചധികം കാണിക്കുന്നുണ്ട്. പലർക്കും സ്ലിറ്റ് അടിക്കണത് ഒരു കൺഫ്യൂഷനുണ്ട് എങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് അത് ഇതുപോലെ മടക്കി നമ്മൾ അടിച്ച് നിർത്തിയെടുത്ത് കൊണ്ടിങ്ങനെ നിർത്തുക. എന്നിട്ട് സൂചി കുത്തിയിട്ട് ഇതിങ്ങനെ തിരിക്കുക. തിരിച്ചിട്ട് അപ്പുറത്തെ സ്ലിറ്റ് ഇങ്ങനെ മടക്കി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ചതുരം പോലെ അടിക്കണം. അങ്ങനെ ചതുരം പോലെ അടിച്ചിട്ട് താഴത്തെ സ്ലിറ്റ് ഇതുപോലെ പെനയാതെ മടക്കണം. പെനഞ്ഞു പോകരുത്. പലർക്കും സ്ലിറ്റ് അടിക്കുമ്പോൾ പെനഞ്ഞു പോകാറുണ്ട്. അപ്പം നമ്മൾ പെനയാതെ വലിക്കാതെ മടക്കി അടിക്കണം കേട്ടോ. വലിച്ചാലാണ് ഇത് പെനഞ്ഞു പോകുന്നത്. എന്നിട്ട് അടിഭാഗം ഓട്ടം മടക്കുന്നത് മുകളിലോട്ട് മടക്കി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കയറി ചാനലിൽ നോക്കുക. ധാരാളം ബ്ലൗസിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാം. ബ്ലൗസിൻ്റെ തയ്യലിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, അതും കാണാം. നമ്മൾ തയ്ച്ച് തീർന്നു. കണ്ടോ ഷോൾഡറിൻ്റെ വീതിയൊക്കെ കണ്ടോ, കുറച്ച് വീതിയേ ഉള്ളൂ. സ്ലിറ്റൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, സ്ലിറ്റിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ വേണമെങ്കിൽ തയ്ക്കാം. അതൊരു ഭംഗിക്ക് നല്ലതാണ് അങ്ങനെ തയ്ക്കുന്നത്. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് പിടിച്ചു ഒന്ന്